എവിടെ നിന്നാണോ നിങ്ങളുടെ ഹെയർസ് ഗ്രോ ചെയ്യുന്നത് ഇതിട്ട് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ സാധനം ഇങ്ങനെ റൗണ്ട് പോൾ. ഹേ യു ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് സഫീർ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു റിമൂവ് ഫേഷ്യൽ ഹെയർസ്. ഫേഷ്യൽ ഹെയർസ് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിന്റെ കറക്റ്റ് വേ എന്താണ്, ത്രെഡ് യൂസ് ചെയ്യാൻ പറ്റുമോ, വാക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ, വാക്സിങ് ക്രീംസ്, സ്ട്രിപ്പ്, അതുപോലെ തന്നെ ഷേവ് ചെയ്യാൻ പറ്റുമോ, ഷേവ് ചെയ്താൽ തന്നെ ഓവർ ഗ്രോയിങ് ഓഫ് ഹെയർസ് ഉണ്ടാവും, അതുപോലെ പിഗ്മെന്റേഷൻ ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നോട്ടെ. ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ടർ ആം കെയറിനെ പറ്റിയിട്ട്, ഒരു ലോങ് വീഡിയോ. ആക്ച്വലി ഞാൻ ഒരു 1-2 ഹവേഴ്സോളം നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പം ഇത്രയും ലോങ് ആയിട്ടൊക്കെ ആരിരുന്ന് കാണാനാന്ന് വെച്ചിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്ത് വോയിസിന് സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ ആദ്യമായിട്ടുള്ള ലോങ് വീഡിയോ ആയിരുന്നു. സോ എത്ര പേര് കാണും, ആരൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണും എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടിട്ട് ഞാനത് ഭയങ്കര ഷോർട്ടാക്കിയിട്ടത്. അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അതിനകത്ത് കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫേഷ്യൽ ഹെയർസിനെ പറ്റിയിട്ട്. സോ ഇത് എത്ര ലോങ് ആണെങ്കിലും ഞാൻ അതുപോലെ തന്നെ ഇടുകയാണ്. ബിക്കോസ് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഷോർട്ട് ആക്കിയിട്ട്. അതുകൊണ്ട് എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ 3 years ആയിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ, ബോഡി കെയർ, ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ഫെയിലിയേഴ്സും ഒരുപാട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിച്ച ഒരുപാട് ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ത്രെഡ്. അത് എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സോ ഐബ്രോസ് തന്നെ എനിക്ക് എടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സിവിയർ പെയിൻ ആണ്. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ടൈം എടുത്താണ് ഐബ്രോസ് പോലും ഞാൻ ത്രെഡ് ചെയ്യിപ്പിക്കുന്നത്. അതേസമയം ഈ നെറ്റിയിലൊക്കെ ത്രെഡിങ് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോർഷൻസ് എനിക്ക് ത്രെഡ്, അപ്പർ ലിപ്സ് പോലും ത്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. സിവിയർ പെയിൻ ആണ്. പെയിൻ മാത്രമല്ല 2 days കഴിയുമ്പോഴത്തേന് പിമ്പിൾസ്, പിന്നെ ഈ പിമ്പിൾസ് ഫുള്ള് ഫോം ചെയ്ത് ഒരു റെഡ്നെസ് ഫീൽ ചെയ്യും. സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ. സോ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവരും അല്ലാത്തവരും ഒന്നും ഈ ത്രെഡിങ് ചെയ്തതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ബിക്കോസ് അത് ഭയങ്കര പെയിൻഫുള്ളും ആണ്. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ്നെസ്സും അതുപോലെ പിമ്പിൾസും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ വാക്സിൻ ക്രീംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ വാക്സിൻ ക്രീംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വാക്സിൻ ക്രീംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ചിലർക്ക് പിഗ്മെന്റേഷൻ ആവാനും അതുപോലെ തന്നെ റാഷ്, റെഡ്നെസ്, അതുപോലുള്ള ടിനി പിമ്പിൾസ് ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. നമ്മുടെ ഫേസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വാക്സിൻ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തവർക്കൊക്കെ സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ട്. വാക്സിൻ സ്ട്രിപ്പ് ഇതുപോലെ തന്നെ ബോഡിയിൽ വാക്സിൻ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഫേസിലോട്ട് വരുമ്പോൾ ഫേസ് നമ്മുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ ഈ സ്ട്രിപ്പ് യൂസ് ചെയ്ത് പറിച്ചെടുക്കുമ്പോൾ അവിടെ ഭയങ്കര ഫോഴ്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ സ്കിൻ. അപ്പോൾ നമ്മൾ ഇത്രയും ഫോഴ്സ് കൊടുത്ത് നമ്മൾ നമ്മുടെ ഹെയർസ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ അത് തന്നെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ടിനി പിമ്പിൾസും കാര്യങ്ങളും എല്ലാം, റെഡ്നെസ്, അതുപോലെ തന്നെ ചിലർക്ക് അത് റാഷ് കൂടിയിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സ്ട്രിപ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. സ്ട്രിപ്പ്, ത്രെഡിങ്, ഇത് ഭയങ്കര പെയിൻ ആയിട്ടുള്ള ഒരു 2 സംഭവമാണ്. ഇനി വാക്സിൻ ക്രീമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ ഒന്നും ഇല്ലാത്ത സേഫ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്നത് കൂട്ടല്ല സ്കിന്നിൽ ചെയ്യുന്നത്. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലർക്ക് അലർജി ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഫേസ് ഡാർക്ക് ആവാനുള്ള, പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ വാക്സിൻ ക്രീംസിനകത്തിൽ. പിന്നെ ഒരു പോയിന്റ് പറയട്ടെ, നമുക്ക് എല്ലാം കെമിക്കൽസ് ആണെന്നും അറിയാം. ഇതൊന്നും നമ്മുടെ ബോഡിക്ക് യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല എന്നും അറിയാം. എങ്കിൽ പോലും നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പം ചെയ്യുന്നതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു വേ തിരഞ്ഞെടുക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ വാക്സിൻ ക്രീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോഡിയിൽ യൂസ് ചെയ്യുന്നത് പോലെ അല്ല. ചിലർക്കൊന്നും അത്ര സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ വരാറില്ല. പക്ഷെ ചിലരുടെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്രീംസ് യൂസ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴത്തേന് ഫേസ് പിഗ്മെന്റഡ് ആവാനും അതുപോലെ ചില ഏരിയസ് ഭയങ്കര ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാനും അതുപോലെ അലർജിക് ആവാനും റാഷസ് ആവാനും എല്ലാത്തിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വാക്സിങ്, ത്രെഡിങ്, അതുപോലെ വാക്സിൻ ക്രീം ഫേസിൽ യൂസ് ചെയ്യുന്നത് ഈ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതത്ര സേഫ് ആയിട്ടുള്ള പരിപാടിയല്ല എന്നാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സും ചെയ്തിട്ട് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാത്തിരുന്ന് മേടിച്ചൊരു സാധനമാണ്. ഒരുപാട് റിവ്യൂസ്, ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് മേടിച്ചതായിരുന്നു അർബൻ യോഗൻ്റെ ഹെയർ റിമൂവൽ ട്രിമ്മർ. അത് ഇപ്പം എൻ്റെ കയ്യിൽ കാണിക്കാനില്ല, കസിൻ സിസ്റ്ററിൻ്റെ കയ്യിലാണത്. അപ്പോൾ വേറെ പ്രോഡക്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയട്ടെ, വെരി പെയിൻലെസ് ആണ്.
ഒട്ടും നമുക്ക് വേദന എടുക്കത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഒട്ടും വേദന എടുക്കത്തില്ല, ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം ക്ലിയർ ആയിട്ട് ഫേസിലെ രോമങ്ങളെല്ലാം പോയി ഫേസ് ക്ലിയർ ആവും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. വേഗം വളരെ ഫാസ്റ്റായിട്ട് ഹെയർ വളരും. വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്നാണ് ഒരു 3 ഡേയ്സിനുള്ളിൽ ഹെയർസ് വരും. ആ ഹെയർസ് വരുന്നതിനോടൊപ്പം തന്നെ ഹാർഡായിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറച്ച് തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡാർക്ക് കറുത്ത കളറുള്ള ഹെയർസാണ് എനിക്ക് ഗ്രോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അത് വലിയ കാര്യമാക്കിയില്ല. സെക്കൻഡ് ടൈമിലും ഇത് ചെയ്തപ്പോൾ സെയിം തന്നെ എനിക്ക് വേഗം ഹെയർ വരികയാണ്. പെട്ടെന്ന് ഒരു സൺഡേ ഞാൻ ഹെയർ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ചെയ്തിട്ട് ഒരു ബുധനാഴ്ചയൊക്കെ ആയപ്പോഴത്തേന് ഹെയർസ് ഇങ്ങനെ ഒരുപാട് വളർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. സോ എനിക്കപ്പം മനസ്സിലായി ട്രിമ്മർ യൂസ് ചെയ്തിട്ടാണ് എന്നെനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. ആകെ 2 വട്ടമാണ് ആ ട്രിമ്മർ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരുപാട് പേരുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഒരാളുടെ റിവ്യൂസിൽ പോലും ഈ ഹെയർ ഗ്രോ കൂടുന്നുണ്ട് എന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ പോലും പറയുന്നത് ആ ഹെയർസ് ഒരുപാട് ഓവർ ഗ്രോയിങ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. കാരണം ട്രിം ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്നല്ല ഹെയർസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ കുറച്ച് തിക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എനിക്കത്ര ഇതായിട്ട് സ്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആകെ 2 വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നത് ബോംബെന്റെ ഹെയർ റിമൂവർ ട്രിമ്മർ ആണ്. ഇത് നമുക്ക് എല്ലായിടത്തും അൺറാം അതുപോലെ പ്യൂബിക് ഏരിയാസ് അതുപോലെ തന്നെ ഫേസ്. ഇത് ഫേസിന്റെ ഹെഡാണ്. ഇത് ഫേസ് ഹെഡാണ്. ഇതുപോലെ ഞാൻ ഇത് റീസെന്റ് മേടിച്ച സാധനമാണ്. അതിന്റെ ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഫേസ് ട്രിമ്മറിന്റെ ഹെഡാണ്. ഫേസ് ട്രിമ്മറിന്റെ ഇത് കണ്ടില്ലേ, ഈ ഒരു പോർഷൻ, ഈ ഒരു സാധനം എടുക്കുക. കണ്ടില്ലേ ഈ സൗണ്ട്? ഇതിപ്പോൾ ഓണാണ്. ഈ സാധനം ഓൺ ആക്കി വെക്കുക. ഫേസിൽ വെക്കുക. ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെ റൗണ്ട് പോർഷനിൽ ഇങ്ങനെ ഇതാണ് മെത്തേഡ് കേട്ടോ. കാണിക്കുന്നില്ല കാരണം നന്നായിട്ട് ഹെയർ വളരുന്നുണ്ട്. സോ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഇത് മേടിച്ചിട്ട് ഞാൻ ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കി. സെയിം സാധനം തന്നെ എൻ്റെ ഫേസിൽ പെട്ടെന്ന് ഹെയർസ് ഗ്രോ ചെയ്യാണ്. സോ അതുകൊണ്ട് ഞാൻ ഹെഡ് യൂസ് ചെയ്യുന്നില്ല. ഇത് യൂസ് ചെയ്യുമ്പം കറുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് ഹെയർസ് ഗ്രോ ആവുന്നുണ്ട് പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. അതുകൊണ്ടിട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നില്ല. ഇത് ഈ സെയിം സാധനം തന്നെയാണ് അർബയോഗിൻ്റെ. അത് ചെറിയ ഹെഡാന്നേ ഉള്ളൂ, വളരെ ചെറിയ ഹെഡാണ്. ചെറിയ ഹെഡ് വെച്ചിട്ട് ഈ സെയിം തന്നെ ഇങ്ങനെ ഓൺ ആക്കാൻ പറ്റും. ഓൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹെയർ എവിടെയൊക്കെ റിമൂവ് ചെയ്യണം, എവിടെയൊക്കെ ഹെയർസ് ഉണ്ടാവും, അപ്പർ ലിപ്സ് എല്ലാം നമുക്ക് ഇത് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സെയിം സാധനം തന്നെ അർബയോഗിൻ്റെ സാധനം. അപ്പോൾ ഞാൻ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഒരു സാധനം മേടിച്ച് നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ഹെയർസ് പെട്ടെന്ന് ഗ്രോ ആവുന്നുണ്ടോ, എങ്ങനെയാണ്, നിങ്ങൾക്ക് കൊള്ളാവും. നിങ്ങളത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഈ റിവ്യൂസ് പറയുന്നവർ ആരും ഇങ്ങനെ ഒരു പ്രോബ്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതെൻ്റെ പേഴ്സണൽ പ്രോബ്ലം ആണ്. സോ അതുകൊണ്ടിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് 3 ഹെഡ്സ് ആണുള്ളത്. ഇത് ഐബ്രോസിൻ്റെ പോർഷൻസ് ഉള്ള ഹെഡ്സ് ആണ്. ഇവിടെ ഐബ്രോസ്. പക്ഷെ ഇത് കുറച്ച് മുറിയും കേട്ടോ, ഷാർപ്പ് കൂടുതലാണ്. നമ്മൾ അത്ര നന്നായിട്ട് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കണ്ടോ. ഇതിപ്പോ ഓണാണ്. ഓൺ ആക്കിക്കൊണ്ട് ഈ ഐബ്രോസിന്റെ പോർഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഐബ്രോസ് ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. കാരണം കണ്ടോ, ട്രിമ്മിങ് ഹെഡാണ്. ഇതും സെയിം തന്നെ. അപ്പം ഇത് ബോഡിയിലൊക്കെ പെട്ടെന്ന് ഹെയർ റിമൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഹെയർ റിമൂവ് ചെയ്യുന്നത്? അപ്പോൾ ചിലതൊക്കെ 2 വീക്സ് കൂടുമ്പം എനിക്ക് ഗ്രോ ചെയ്യുന്ന സംഭവം തന്നെ ഇത് പെട്ടെന്ന് ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ ഗ്രോ ആവുക. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് വർത്തായിട്ടോ അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഷേവിംഗ് മെത്തേഡ്. എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടും അതുപോലെ ഞാൻ സേഫ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ഷേവിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് കാർണിസ്റ്റിന്റെ ഫേഷ്യൽ റേസറാണ് കേട്ടോ. ഇതാ സാധനം. ഇതൊരു ബോക്സിൽ 3 എണ്ണം ഉണ്ടാവും. ഞാൻ ഒരുപാട് ബ്രാൻഡിന്റെ ഫ്രേസേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ചാത്തൻ സാധനമൊക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് പോയി എന്ന് തന്നെ വിചാരിക്കുക. സോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നല്ല സാധനം, നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കുക. ഇത് എനിക്ക് തോന്നുന്നു 200 എബോ ആണെന്ന് തോന്നി. ഒരു ബോക്സിന് 3 എണ്ണം കാണും. അതുപോലെ തന്നെ ഒരു റേസർ, ഒരു സാധനം, ഒരു സാധനം ഒരു 3 തവണ മാത്രം, മറ്റേ 3 ടൈംസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാൻ നിൽക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ ഒന്നല്ല, ഞാനൊരു 3 ടൈംസ് യൂസ് ചെയ്യും. 3 ടൈംസ് ഈ കൂടുതൽ ഇതാക്കത്തില്ല. 3 ടൈംസ് ആകുമ്പോഴത്തേന് ഞാൻ ഇത് കളയും. ആദ്യമായിട്ട് ഫേസ് റേസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അലർജി ആയിട്ടുണ്ടായിരുന്നു. റാഷ് അടിച്ച് ഫുള്ള് റെഡ്നെസ് ആയി, കംപ്ലീറ്റ് പിമ്പിൾസ് ഒക്കെ വന്ന്
ചൊറിച്ചിലായി, ഭയങ്കര സീനായിരുന്നു. അത് ഞാൻ ഡയറക്റ്റ് ബ്ലേഡ് എടുത്ത് യൂസ് ചെയ്തിട്ടാണ്. കാരണം റേസർ കിട്ടിയപ്പോൾ തന്നെ ഡയറക്റ്റ് എടുത്ത് ഞാൻ ഷേവ് ചെയ്തിട്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ടായത്. അങ്ങനെ പിന്നീട് ഞാൻ ഹോട്ട് വാട്ടറിൽ ഇട്ട് ഡിപ്പ് ചെയ്തിട്ട്, ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടൊക്കെയാണ് പിന്നീട് ഞാൻ യൂസ് ചെയ്തത്. അപ്പോഴും എനിക്ക് സെയിം സാധനം തന്നെ, ഫുള്ള് റെഡ് കുരുക്കളൊക്കെ വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലായിട്ട് ഡാർക്ക്നെസ് ഒക്കെ ആയിപ്പോയി ഫേസ് മൊത്തത്തിൽ. അപ്പൊ ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക. കാരണം എനിക്ക് ത്രെഡ് ചെയ്യാനൊക്കത്തില്ല, പ്രശ്നമാണ്, അലർജി വരും. വാക്സിൻ സ്ട്രിപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പെയിനും അലർജി ആവും. ഈ ഷേവിങ് മെത്തേഡും പറ്റുന്നില്ല, ട്രിമ്മറും പറ്റുന്നില്ല, ഒരു മെത്തേഡും പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി. കുറെ കാലം, ഏകദേശം 4-5-6 മാസം ഒന്നും ഞാൻ ഫേസിലെ ഹെയർ ഒന്നും റിമൂവ് ചെയ്യാതെ തന്നെ അങ്ങനെ തന്നെ നടക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് എവിടുന്നും കിട്ടിയ അറിവല്ല, ഞാൻ എവിടുന്നും കണ്ടതുമല്ല കേട്ടതുമല്ല, ഒന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെടുത്തെന്ന് അറിയാമോ? അന്ന് ഈ സാധനം തന്നെ എൻ്റെ ഇരിക്കുന്നത്, റേസർ പുതിയത് മേടിച്ചിട്ട് ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് നല്ല ബോയിൽ ആവത്തില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമിളകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വെള്ളം മറിയത്തില്ലേ ഇങ്ങനെ, ആ ടൈമിൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്ത്, ഗ്യാസിൽ തീ ഓഫ് ആക്കിയിട്ടില്ല, ഓഫ് ആക്കാണ്ട് തന്നെ ആ ബോയിലായി വന്ന വെള്ളത്തിനകത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ശ്രദ്ധിക്കാതെ അത് തട്ടാതെ, ഇത് ഫുൾ ഉരുകി പോയത് പ്ലാസ്റ്റിക് ആണ്. സോ ആ പാത്രത്തിന്റെ സൈഡിലൊന്നും ഈ സാധനം തട്ടാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെ കറക്റ്റ് മിഡ് പോയിന്റിലായിട്ട് ഇങ്ങനെ കറക്കി ഒരു 10 മിനിറ്റോളം ഞാൻ അങ്ങനെ ചെയ്ത്. കാരണം ഈ ബ്ലേഡിന്റെ റാഷാണ് നമുക്ക് അലർജി ആയിട്ട് വരുന്നത്. അപ്പൊ ബ്ലേഡ് അലർജിക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധി കേട്ടോ. കാരണം ചൂടുവെള്ളത്തിൽ എല്ലാവരും ഇടാൻ പറഞ്ഞു, ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടും എനിക്ക് ഈ സെയിം അലർജി വന്നത് കൊണ്ടിട്ട് തന്നെ ഞാൻ കൊടുത്തു ബോയിലായ സാധനത്തിനകത്ത് ഇത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തി. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ ഫേസിൽ അന്ന് ഷേവ് ചെയ്ത്. സത്യം പറയാലോ ഗൈസ്, ഒരു പ്രശ്നം പോയിട്ട് ഒരു കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര സക്സസ് ആയ ഒരു സംഭവം. എനിക്കത് സന്തോഷപ്പെട്ട് കഴിയാ. കാരണം ഇത്രയും നാൾ ഫെയിൽ ആയിട്ട് ഒരു 5-6 മാസം ഫേഷ്യൽ ഹെയർസ് പോലും റിമൂവ് ചെയ്യാണ്ടിരുന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു തോന്നിയ ഐഡിയ ആണ്. ഞാൻ എവിടെയും കണ്ടതുമല്ല, ഞാൻ എവിടെയും കേട്ടതുമല്ല, എനിക്ക് ആരും പറഞ്ഞു തന്നതുമല്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാ. സോ അത്രയും നാളും ഞാൻ ചെയ്ത മെത്തേഡ് തെറ്റായത് കൊണ്ടിട്ടാണ് എനിക്ക് അലർജി വന്നത്. സോ അത് ക്ലിയർ ചെയ്തപ്പോൾ എന്റെ അലർജി ഇഷ്യൂ മാറി. സോ അപ്പോൾ നിങ്ങൾക്ക് ഓരോ അലർജി ഉണ്ടാവുന്നതിന് ഓരോ റീസൺസ് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ റീസൺസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഓക്കെ ആണ്. അപ്പോൾ ഈ ഷേവിങ് പലർക്കും കേട്ടിട്ടുണ്ട്, ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഷേവ് ചെയ്ത് അലർജിയായ മുഖങ്ങളും കുരുക്കളും അത് ഫേസ് ചെയ്ത് ഒരുപാട് പൈസ കളഞ്ഞതും ഒക്കെ. സോ നിങ്ങൾ റോങ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ് ഷേവ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. നമുക്ക് എന്ത് ക്ലിയർ ആയിട്ടായിരിക്കുന്നതിന് എന്തെങ്കിലും അലർജിക് ഫോർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല. ബിക്കോസ് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഫേസിൽ ആദ്യം ഒരു അലോവേറ ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നല്ല മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കുക. സെറ്റാക്കി വെച്ചതിന് ശേഷം ഈ സാധനം അടുപ്പത്ത് നിന്ന് ഇങ്ങനെ ടിപ്പ് ചെയ്ത് നമ്മൾ വെച്ചിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്നിട്ട് ചൂടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കറക്റ്റ് ഡയറക്ഷനിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഹെയർസ് എവിടുന്ന് എങ്ങോട്ടാണോ ഗ്രോ ചെയ്തേക്കുന്നത് ആ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാതെ ആ ഡയറക്ഷനിൽ നിങ്ങൾ ചെയ്യുക. സ്കിന്ന് നന്നായിട്ടൊന്ന് കുറച്ച് ഹാർഡായിട്ട് പിടിച്ച് വെച്ചിട്ട് നിങ്ങൾ മെല്ലെ, ഫോഴ്സ് അപ്ലൈ ചെയ്യരുത്. സ്കിന്നാണ് ശ്രദ്ധിക്കുക, ഫോഴ്സ് അപ്ലൈ ചെയ്യൽ. ഇങ്ങനെ വെച്ചിട്ട് ലൈറ്റായിട്ട് അധികം പ്രഷർ കൊടുക്കാതെ ഇങ്ങനെ മെല്ലെ ചെയ്യുക. ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്യരുത്. ഫേസാണ് വല്ല കീറിയോ മുറിഞ്ഞോ ഒക്കെ പോവും. പിന്നെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒക്കെ ഭയങ്കര പാടായിരിക്കും. സോ നൈസായിട്ട് ചെയ്യുക കേട്ടോ. എവിടുന്നാണോ നിങ്ങളുടെ ഹെയർസ് ഗ്രോ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. സോ ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്നത് പറഞ്ഞ ഷേവിങ് മെത്തേഡാണ് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന്. അത് ആക്നെ പ്രോൺ സ്കിന്നായിട്ടുള്ളവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ആർക്കെങ്കിലും പിമ്പിൾസ് ഒരുപാടുണ്ട്, മുഖം മൊത്തം പിമ്പിൾസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വരാൻ വേണ്ടി ഇരിക്കുകയാണ് പിമ്പിൾസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഫേസ് ഷേവ് നല്ല വാക്സോ സ്ട്രിപ്പോ അതുപോലെ തന്നെ ത്രെഡോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഷേവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പിമ്പിൾസ് ഓൾറെഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ പിമ്പിൾസ് സ്ക്രാച്ച് ആവാനും അതിൻ്റെ ലിക്വിഡ്സ് സ്പ്രെഡ് ആവാനും പുതിയ പിമ്പിൾസ് ഫോം ചെയ്യാനും ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ സ്കിൻ ഒരുപാട് ബാഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്താണ്? ആദ്യം പിമ്പിൾസ് ഒക്കെ മാറ്റി നിങ്ങളുടെ സ്കിന്നൊന്ന് ക്ലിയർ ആക്കി എടുക്കുക. വളരെ ക്ലിയർ ആയിട്ടുള്ള സ്കിന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ നിങ്ങൾ എടുത്തു ചാടി നിങ്ങളുടെ സ്കിന്നിൽ ഷേവ് ചെയ്യാനോ അതുപോലുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ അലർജി ആയി പ്രശ്നമാകാനേ ചാൻസ് ഉള്ളൂ. സോ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർ ആരും തന്നെ
ഫേഷ്യൽ ഹെയർസ് ഇപ്പൊ റിമൂവ് ചെയ്യാൻ നിൽക്കണ്ട. ഷേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേടി എന്താണ്? ഒന്നെങ്കിൽ മുറിയോ, അല്ലെങ്കിൽ ബ്ലേഡ് അലർജി ആവോ, ഹെയർ ഓവറായിട്ട് ഗ്രോ ആവുമോ, അതൊക്കെ കഴിഞ്ഞ് പിഗ്മെന്റഡ് ആവുമോ? ഇതൊക്കെ ഉള്ളതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും ഫേസ് പിഗ്മെന്റഡ് ആവാൻ പോകുന്നില്ല ഷേവ് ചെയ്തിട്ട്. ഷേവ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് ആവത്തില്ല. അത് വെറും മിത്താണ്. ആ സംഭവം ഇല്ല. ഒരിക്കലും ഹെയർ ഓവറായിട്ട് ഗ്രോ ചെയ്യത്തില്ല. പിന്നെ അലർജിയുടെ റീസൺ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലേഡിലാണ് നമുക്ക് അലർജി കിട്ടുന്നത്. ആ അലർജി മാറ്റാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. സോ നിങ്ങൾക്ക് ഇനി എന്താണ്, നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് അലർജി ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ മെത്തേഡ് യൂസ് ചെയ്യേണ്ട. പിന്നുള്ളൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയാണ്, ലേസർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ലേസർ ചെയ്യുന്നതിനും സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അണ്ടർ ആംസിൽ ഞാൻ ലേസർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ലേസർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണേ, പെയിൻ ഉണ്ട് എന്ന് പേടിച്ചിട്ടാണ് നിങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത്, ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് ചെയ്യാത്ത സ്ഥിതിക്ക് അതിനെ പറ്റിയിട്ട് എനിക്ക് കുറേ പറഞ്ഞിട്ട് വലിയ കാര്യമില്ലല്ലോ. എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ചിലതിൽ ഓവർ ഗ്രോയിങ് ഓഫ് ഫേഷ്യൽ ഹെയർസ് കാണാം, ചീക്സിലൊക്കെ ഒരുപാട് ഹെയർസ് കാണാം. അത് ഡിസീസ് കണ്ടീഷന്റെ ഭാഗമാണ്. ചിലർക്ക് ഹോർമോണൽ ഇഷ്യൂസും അതുപോലെ PCOS എന്നുള്ള കണ്ടീഷൻസും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഹെയർസ് ഗ്രോയിങ് ഒക്കെ കാണാം. സോ അത് ഡിസീസിന്റെ ലെവൽ കുറച്ച് കുറയ്ക്കാം എന്നല്ലാതെ വേറൊരു പരിഹാരം ഞാൻ കാണുന്നില്ല. സോ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്യൂബിക് ഏരിയ, വജൈനൽ പ്രൈവറ്റ് ഏരിയ എങ്ങനെ കെയർ ചെയ്യാം, എങ്ങനെ ഷേവ് ചെയ്യാൻ പറ്റുമോ, ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഇതിനകത്തിൽ ലോങ് ആയി പോകും, ഒരുപാട് ലോങ് ആയി പോകും. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറാവും ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. പേഴ്സണലി അറിയാവുന്നവരൊക്കെ വീഡിയോസ് അണ്ടർ കെയറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഡൗട്ട്സുകൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പേഴ്സണലി. സോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം വേറൊരാളും ചോദിക്കാൻ നിൽക്കുന്ന കാര്യമായിരിക്കാം. അപ്പോൾ ഞാൻ റിപ്ലൈ വരുമ്പോൾ അത് കണ്ട് അത് ക്ലിയർ ആവുമല്ലോ, ക്ലിയറൻസ് വരുമല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ വീഡിയോസ് നഷ്ടമാകത്തില്ല. കാരണം എന്തെങ്കിലും ഒക്കെ അറിവുകൾ തരണം. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കുണ്ടായ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 1.5 months ആയിട്ടേ ഉള്ളൂ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഓരോ മോട്ടീവാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ എനിക്ക് ഒരു മോട്ടീവാണ്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ, ലവ് യു.